അവിടുത്തെ റിലീഫ് പ്രവർത്തനം അവസാനിപ്പിച്ചു ലീഗിൻ്റെ വൈറ്റുകാട് ലീഗിൻ്റെ വനിതാ സംഘടന ഞങ്ങളുടെ യൂത്ത് ലീഗ് പ്രവർത്തനം അവർ ശാരീരികമായും സാമ്പത്തികമായും മറ്റെല്ലാ നിലയിലും അവിടെ സഹായം നൽകി. ജനങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി. ഇതിലെല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഗവൺമെൻറ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇരകൾക്ക് സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വൈദ്യസഹായം ഞങ്ങൾ PTH മുഖേന ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ സഹായങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ പ്രഖ്യാപിത നയം പുനരധിവാസം 100 വീടുകൾ ഉണ്ടാക്കി ആശ്രയിച്ചത് കേരള സർക്കാരിനെയാണ്. കാരണം വയനാട്ടിലെ ഭൂമിയെക്കുറിച്ച് ഞങ്ങൾക്ക് എന്താണെന്നറിയാം. അവിടെ ജന്മം ആധാരമുള്ള ഭൂമികൾ കുറവാണ്. അധികവും ലീസ് ഭൂമികളാണ്. അല്ലാത്തതൊക്കെ വനഭൂമിയിൽപ്പെടും. വേറെ ചിലത് പരിസ്ഥിതി ദുർബലമാവും, വേറെ ചില പ്ലാന്റേഷനിൽ പോകും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുത്ത് തരം മാറ്റാൻ ഗവൺമെൻറ്റിന് എളുപ്പമാണ്. അങ്ങനെ ഗവൺമെൻറ്റുമായി ബഹുമാനപ്പെട്ട മുജാഹിദ് സാഹിബും ഞങ്ങളുടെ ഉപസമിതി നേതാവ് PK ബഷീർ സാഹിബ് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം തരാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും സമ്മതിച്ചതായിരുന്നു. അവിടെ വീടുണ്ടാക്കി കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്നാൽ ഇക്കാലം അത്രയായിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഗവൺമെൻറ്റിന് അതിലൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഭൂമി കണ്ടെത്താൻ പോലും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങളെ വിശ്വസിച്ച് ഒരു നല്ല ആശയത്തിന് വേണ്ടി ഫണ്ട് നൽകിയ ആളുകളുടെ ഞങ്ങൾ നൽകിച്ച വിശ്വാസം അത് നിലനിർത്തേണ്ട ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് അവിടെ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി എഴുതിയ കത്തിന് മറുപടിയായി ഉടനെ തന്നെ യോഗം വിളിച്ചുവിട്ടും ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചുവിട്ടും ഗവൺമെൻറ് പറയുന്നുണ്ട്. അത് ഈ സ്ഥലമാകുന്ന ഇതിനിടയിൽ ഞങ്ങളത് വാച്ച് ചെയ്യും. പക്ഷേ ഇനി കാലതാമസം വരുത്താൻ പറ്റില്ല. അതാണ് സർക്കാർ ഞങ്ങളെ ഒരു പ്രാവശ്യമില്ല, 2 പ്രാവശ്യമില്ല, ഒരുപാട് പ്രാവശ്യം. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റ് പോയത് ഈ ഒരു കാര്യത്തിന് റവന്യൂ മിനിസ്റ്റർ ഓഫീസിൽ വരെ ഞങ്ങൾ ഡെലിഗേഷൻ പോയി. അപ്പോൾ പിന്നെ അടുത്ത് തന്നെ ശരിയാക്കി തരാം എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ കാലതാമസം വരിക. ഈ കാലതാമസം ഈ അവിടുത്തെ ഈ വിക്ടിംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അസാഹചര്യമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിലേ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഞങ്ങളെ സ്വന്തം പരിപാടിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഇതിൻ്റെ ഇടയിൽ വല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാകുകയത് പരിഗണിക്കും. ഇതിലെ മുനമ്പത്തിൽ പ്രമേയത്തിലൊരു വരി ഇത് സംബന്ധിച്ച് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് അന്തിമമാണ്. ലീഗിന്റെ നിലപാടുകൾക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ. ഇത് പറയാൻ കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലരും പറഞ്ഞതുകൊണ്ടാണോ? വ്യത്യസ്ത അഭിപ്രായമൊന്നും ഇല്ലാന്നാണ് എൻ്റെ അർത്ഥം. വ്യത്യസ്ത അഭിപ്രായമൊന്നും ഇല്ലാതാണ് അല്ല, വഖഫ് ഭൂമിയാണോ അല്ലാന്നോ എന്താണ് ലീഗിന്റെ നിലപാട്? നമുക്ക് അതിനിപ്പോ കുറെ ദിവസമായല്ലോ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പോ അല്ല, യോഗം കഴിഞ്ഞപ്പോ ഒരു അന്തിമ നിലപാട് ഉണ്ടായിട്ടുണ്ടാവില്ലേ പറയാം. ഗവൺമെന്റ് കമ്മീഷണർ വെച്ചിരിക്കാണല്ലോ. ഇനി അതൊക്കെ വരട്ടെ. ലീഗിന്റെ നിലപാട് ഗവൺമെന്റിന്റെ നിങ്ങളെ എത്ര ദിവസം നിങ്ങൾക്ക് ഇത് പറഞ്ഞു കോൺട്രവേഴ്സി യോഗം കഴിഞ്ഞാൽ ഒരു നിലപാടുണ്ടാവും. കോൺട്രവേഴ്സിക്ക് ഒരു വിഷയം ഇല്ലെങ്കിൽ ഉടനെ ഇത് ചോദിക്കും. കോൺട്രവേഴ്സി അല്ല, ലീഗിന്റെ ഒരു വ്യക്തമായ നിലപാടാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് മറുപടി അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം വ്യക്തമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സമന്വയം ഉണ്ടാക്കി ആ പ്രശ്നം പരിഹരിക്കണം, അതിന് സർക്കാർ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് അപ്രോപ്രിയേറ്റ് ടൈമിൽ ഇനി അത് സംബന്ധിച്ച് ഒരു ചർച്ച ഉണ്ടാകുമ്പോഴേ പറയേണ്ടതുള്ളൂ. അനുദിനം പത്രക്കാർ ഇത് സംബന്ധിച്ച് ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങേണ്ട കാര്യമില്ല. സിദ്ധത ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സിക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. കൊടി വെട്ടിക്കാൻ പാടില്ല, കൊടി വെട്ടിക്കാതിരിക്കാനുള്ള പിന്നെ കാര്യങ്ങൾ നിയമപരമായും മറ്റു കാര്യങ്ങളൊക്കെ വസ്തുതവരെ നോക്കി ചെയ്ത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് അതിന് സാധിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അതിനെ സംബന്ധിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങള് സംഘടനകളൊക്കെ വിളിച്ചു കൂട്ടി ഒരു തീരുമാനമെടുക്കുകയും അതനുസരിച്ച് ഗവൺമെന്റിനെ അറിയിക്കുകയും അതനുസരിച്ച് ബന്ധപ്പെട്ട
ബിഷപ്പ് ഹൗസിലൊക്കെ ചെന്ന് ചർച്ച നടത്തി ഒരു സമന്വയം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. നമ്മൾ സമൂഹത്തിൽ അധികം ഇത് ചർച്ച ചെയ്ത് ചിത്രത ഉണ്ടാക്കണം. അതാണ് ആ സമയത്തിന്റെ സ്പിരിറ്റ്. വേറെ ഇല്ല, അത് സംബന്ധിച്ച് കൂടുതൽ മറുപടി ഇല്ല. മറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ വിഷയത്തിൽ ഇനി ലീഗ് നേതാക്കളുടെ ഭാഗത്തിൽ ഒരു അതിലുണ്ടല്ലോ ഈ പ്രമേയമെല്ലാം ഇനി പ്രതികരണം ഉണ്ടാവില്ല. മലയാളത്തിൽ അപ്പൊ നല്ല അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഈ ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്കിടയിൽ പരസ്യ പ്രസ്താവന പാടില്ലെന്നൊക്കെ പറഞ്ഞതിന് ശേഷവും പാർട്ടി ഓഫീസുകൾക്ക് മുന്നിൽ ബോർഡുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കൊച്ചിയിലുണ്ട്, ഇന്നലെ മറുപടി ചോദ്യത്തിനും പ്രസക്തിയില്ല, മറുപടി അർഹിക്കുന്നുമില്ല. മറുപടി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചോണ്ടിരിക്കും. വേറെ എന്തെങ്കിലും ചോദിക്കാൻ ഈ സമസ്തയുടെ കാര്യത്തില് പിന്നെ നമ്മുടെ സാദിഖലി തങ്ങളെ സമ്മാനിച്ചു എന്നുള്ള വിഷയത്തില് ഉമ്മർ ഫൈസി നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു നിലപാട് താങ്കളടക്കം ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെ ആ വിഷയത്തില് ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്നലെ വളരെ ധിക്കാരപൂർവ്വം അദ്ദേഹം മുഷാവറയില് കള്ളന്മാർന്നുള്ള അതിശയം നടത്തി. എന്താണ് ഈ വളരെയധികം ചർച്ച ചെയ്തതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ വർക്കിംഗ് കമ്മിറ്റിയിൽ ഞങ്ങളെടുത്ത പ്രമേയത്തിന്റെ കോപ്പിയാണ് നിങ്ങളെ കയ്യിലുള്ളത്. അതിനെ മുഴുവൻ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി കോൺട്രവേഴ്സിലായ ക്വസ്റ്റ്യൻസ് വെറുതെ ചോദിച്ചാൽ അതിനൊന്നും ഞാൻ മറുപടി ഒന്നും പറയില്ല. അല്ല, സമസ്തയെ പറ്റി ചോദിക്കുന്നതൊക്കെ വിവാദം ഉണ്ടാക്കുന്നത് സമസ്തയെ കുറിച്ച് അഭിപ്രായം പറയുന്നത് വിവാദകരമാണ്. എനിക്ക് മനസ്സിലാവും. അല്ല, അങ്ങനെയാണ് മനസ്സിലായിട്ട് ചോദിക്കുന്നതല്ല, എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അവിടെ ഞാൻ മറുപടി പറയും. ആ വിഷയം അല്ലാതെ കേരളത്തിൽ അനവധി രാഷ്ട്രീയ നിരവധി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് അതാണ് വേണ്ടാത്തത്. അതുകൊണ്ട് മറുപടി പറയില്ല. ചോദിക്കാനുള്ള എല്ലാ അവകാശവും ചോദിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. മറുപടി പറയാതെ ഇരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഫുൾ സ്റ്റോപ്പ്. വേറെ എന്തെങ്കിലും ചോദിക്കാം. സബ്ജക്ട് ഒന്ന് മാറ്റിയാൽ ഞാൻ മറുപടി പറയാം. ഞാൻ പറയും ഇതൊന്നും മറുപടി പറയില്ല. അര പോസിറ്റീവും ഇല്ല. കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രം ചോദിക്കുന്നതാണ് അതിന് മറുപടി. വേറൊരു കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമുണ്ട്. ഉമർ ഫൈസിയും പറഞ്ഞു ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമുണ്ട്, അത് ലീഗിന്റെ നാശത്തിനാണ്. ഇത്തരം വാർത്തകളിലും ഇതിലെന്തെങ്കിലും ഇതുണ്ടോ? ലീഗിന് എന്തെങ്കിലും നിലപാട് പറയാനുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയായിട്ട് മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നുള്ളത് എന്റെ പ്രോബ്ലം അല്ല, അത് നിങ്ങളുടെ പ്രോബ്ലം അല്ല. ഇത് സമുദായ സംഘടനാ നേതാക്കൾ പറയുന്നതാണ്. എന്ത് ചോദിച്ചാലും അതിന് മറുപടി ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താന്ന് മനസ്സിലായി. എനിക്ക് ആവശ്യമില്ലാത്ത സാധനം അതാണ്. അവിടെ അതിന് മറുപടി. ഗൗരവമുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ വെല്ലുവിളി ചോദിക്കാൻ സംബന്ധിച്ച് പ്രമേയമല്ലാതെ ഈ ബില്ലില് പാർലമെന്റില് ഞങ്ങളുടെ മെമ്പർമാര് വളരെ പിന്നെ ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ പാർലമെന്റിൽ ഈ സമ്മേളനത്തിൽ പാസ്സാവും എന്ന് കരുതുന്നില്ല. അതിലുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരും. കാരണം വഖഫിൽ നേരിട്ട് ഇടപെടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ലീഗ് മാത്രമല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും എല്ലാ മതേതര പാർട്ടികളും എല്ലാവരും അതിനെ എതിർക്കുന്നത്. അവിടെ പാർലമെന്റിൽ ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണി നേടിയ വിജയത്തിന്റെ ഫലമാണ് ഇത്രയും വലിയ ഒരു റിസൾട്ട്. കോൺട്രവേഴ്സ്യലായിട്ടുള്ള എല്ലാ നിയമങ്ങളും, സിറ്റിസൺഷിപ്പ് ബില്ല്, അതേപോലെ തന്നെ ഏക സിവിൽ കോഡ്, അതുപോലെ തന്നെ ഇപ്പോൾ വഖഫ് ഒക്കെ ഫലപ്രദമായി ചേർക്കാൻ മതേതര കക്ഷികൾക്ക് സാധിക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെയാണ് ഇപ്പോൾ സംഭാലിലുണ്ടായ വിഷയം വെച്ചിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്ന കേസിൽ ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട്. IML കക്ഷി ചേർന്നിട്ടുണ്ട്. ആ കക്ഷി ചേർന്നതിലും പൗരത്വ നിയമത്തിൽ എന്ന പോലെ ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും വളരെ ഫലപ്രദമായ രീതിയിൽ ഞങ്ങൾ ഇന്ത്യയിലെ മേജർ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ, ഇപ്പോൾ ഞങ്ങൾ പിന്നെ മണിപ്പൂരിലെ വിഷയം പറഞ്ഞില്ല, അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ
ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഇന്ന് ചർച്ചയ്ക്ക് വിഷയമായി തീരുമാനമെടുക്കുകയും പൊളിറ്റിക്കൽ ചോദ്യമാവാമെങ്കിൽ ലീഗ് വി.ഡി. സതീശന്റെ വാലാവുന്ന രീതിയിലൊരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് ലീഗുകാർക്കിടയിൽ നിന്ന് തന്നെ പോസ്റ്ററുകൾ അടക്കമുള്ളതാണ്. അത്തരത്തിൽ ലീഗ് ആരുടെയെങ്കിലും വാലായി മാറുന്ന ഒരു സാധ്യത ഉണ്ടോ? എന്താ ഞാൻ മറുപടി നിങ്ങളെ ആളുകൾ ഒരു പോസ്റ്റർ ഒട്ടിച്ച് ചെയ്തതാണ്. ആരെക്കൊണ്ടെങ്കിലും ഒട്ടിച്ചാൽ മതി. എന്നാ ചോദ്യത്തിനുള്ള ആരെങ്കിലും ഒട്ടിച്ചാണ് നിങ്ങളുടെ നിലവാരം കുറയും, എന്റെ നിലവാരം കുറയും ഈ പഠിച്ചു നിന്നാൽ. ഇത്തരം പോസ്റ്ററുകളൊക്കെ ആരെങ്കിലും ബോധപൂർവ്വം കൂടി ഒട്ടിക്കുന്നതാണോ? ഞാന് നിങ്ങളെ നിലവാരം കുറയരുത്, എന്റെ നിലവാരം കുറയരുത്. ഇന്ത്യ മുന്നണി കൺവീനർ സ്ഥാനം മമത ഏറ്റെടുക്കണമെന്ന് കുറെ ആൾക്കാർ ആവശ്യപ്പെടുന്നു. ലീഗിന്റെ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നല്ലത്. ഇന്നലെ സ്റ്റാലിൻ പറഞ്ഞതുപോലെ രാജ്യത്ത് അഭിമാനമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പോഴും 2 സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട്, 3 സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഇന്നും ശക്തമായിട്ടുള്ള പാർട്ടി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ പ്രതിപക്ഷ തെരഞ്ഞെടുപ്പും നേതാവ് അല്ല, ഞാൻ പറയാം ഇപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നടന്ന അസംബ്ലി ഇലക്ഷൻ ഉൾപ്പെടെ പാർലമെന്റ് ഇലക്ഷൻ ഉൾപ്പെടെയുള്ള ബൈ ഇലക്ഷൻസ്, അതിനുശേഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എല്ലാത്തിലും UDF-നാണ് മേൽക്കൈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും UDF ആണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്നുള്ള തോന്നൽ ഇതുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDF-ന്റെ അടിത്തറ കൂടുതൽ ആളുകളും പാർട്ടികളും ഒക്കെ ആയിട്ട് ബലപ്പെടാനുള്ള എല്ലാ സാധ്യതയും വിട്ടുപോയവരൊക്കെ തിരിച്ചു വരുന്നതാണോ? വന്നുകൂടായില്ല. എന്താ വരില്ലാതാക്കിയെങ്കിലും പറയാം. ഞാൻ പറയുന്നത് വർദ്ധിച്ച പിന്തുണ ഇനി UDF എന്നുള്ള നിലയിൽ വരുമ്പോ വർദ്ധിച്ച പിന്തുണ UDF-ന് കിട്ടും. ഈ മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിൽ യോജിക്കുന്നുണ്ടോ? കിട്ടും. പിന്നെ കേരള കോൺഗ്രസ് എം തിരിച്ചു വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജനറലായിട്ട് UDF ആണ് നെക്സ്റ്റ് ഈസ് UDF എന്നുള്ളത് കൊണ്ട് കൂടുതൽ വർദ്ധിച്ച പിന്തുണ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന്, മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിൽ നിന്ന്, കൂടുതൽ നിഷ്പക്ഷരായ ജനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ചെറിയ ചെറിയ സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന്. സോഷ്യൽ ഗ്രൂപ്പുകൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, രാഷ്ട്രീയ പാർട്ടികളല്ല, എന്നാൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള സംഘടനകളാണ്, അവരിൽ നിന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പാർട്ടികൾക്ക് തന്നെ പുനർചിന്ത ഉണ്ടാവാം. അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു കക്ഷിയെ കുറിച്ചൊന്നും ഇപ്പൊ ഇവരല്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറൊരു മുന്നണിയിലുള്ള കക്ഷികളുമായിട്ടുള്ള ചർച്ചയാണെങ്കിൽ അതില്ല, അത് മൊറാലിറ്റി അല്ല, അതങ്ങനെയില്ല. അത് ആ മുന്നണിയിൽ നിൽക്കുന്ന കക്ഷികൾ ഇനീഷ്യേറ്റീവ് കൊടുത്താലേ ഞങ്ങൾ അല്ല. അങ്ങനെയല്ല, പൊതുവെ മുസ്ലിം ലീഗ് ഇത്തരം കാര്യങ്ങളിൽ മധ്യസ്ഥം വഹിക്കുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോ ഇനി അങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാണ്. താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴല്ലേ. അപ്പൊ വല്ലാതെ ഞങ്ങൾ വല്ലാതെ കോൺഗ്രസിനകത്ത് ഈ പ്രശ്നങ്ങൾ മുന്നണിയെ ബാധിക്കുന്നില്ല. ഇല്ല, ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള കുറെ ചർച്ചകളൊക്കെ നടക്കും. ആ ചർച്ചകളൊക്കെ നടന്ന് അതൊക്കെ സെറ്റിൽ ചെയ്യപ്പെടും. അതല്ലാതെ UDF-നെ ബാധിക്കുന്ന തരത്തിലേക്കൊന്നും പോകും. അതിപ്പോ തമ്മിൽ തല്ലായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അടി തെരുവിലെത്തിയിട്ടില്ല. ഇല്ല, അപ്പുറത്തുണ്ട്. UDF-ന്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തല്ല് ഒരു വശത്ത് മാത്രമല്ല, ഒരിക്കതല്ല അപ്പുറത്ത്. ഞാനിതുവരെ അത് കേട്ടില്ല. തോക്കാൻ പോകുന്നവരുടെ കുത്തകാവകാശമാണ് തല്ല്. ജയിക്കാൻ പോകുന്നവർ തല്ലാൻ പാടില്ലാത്തവരോടെ പറഞ്ഞിട്ടുണ്ടാവും. അല്ല, അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ പ്രമേയത്തിൽ ഊന്നി കാര്യങ്ങൾ പറയാം. അതാണ് വേണ്ടത്. മുൻപം ശാരികരി സിയാബ്ദങ്ങൾ എടുത്ത ഇനീഷ്യേറ്റീവ്, ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ഇനീഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകും. സൗഹൃദ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ സമന്വയം ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. സർക്കാർ അതിന് സഹായിക്കണം. ഇതര മതസ്ഥരെ അപമാനിക്കുന്ന തരത്തിലൊരു
ഒരു പ്രസ്താവന ഉമർ ഫൈസി മുഖത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രസംഗം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കാണുന്നത് ആരുടെ ഭാഗത്ത് അത്തരം പ്രസ്താവന ഉണ്ടായാലും അത് അനിസ്ലാമികം. അനിസ്ലാമികം എന്ന് പറഞ്ഞാൽ ഒരു മതവിശ്വാസിയുടെ വിശ്വാസത്തിന് ചേർന്നതല്ല. ആരുടെ ഭാഗത്തുണ്ടായാലും അത് അനിസ്ലാമികം. പിന്നല്ലേ ബാക്കി. അത് ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല, അത് മാപ്പ് പറയേണ്ടത് അള്ളാഹിനോടാണ്, ദൈവത്തോടാണ്. കാരണം വെച്ചാൽ അത് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. വ്യക്തമായ മതവിധിയുണ്ട്. അന്യ ഒരു വിശ്വാസിയുടെ വേറൊരു വിശ്വാസിയുടെ മതചിഹ്നങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഉള്ളതാണോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാടില്ല. അത് മതവിധിക്ക് എതിരാണ്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ സമസ്തയിലെ ഈ വിഭാഗീയ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ലീഗിന് ഒരിക്കൽ കൂടി നേതൃത്വം കൊടുത്തു. മലപ്പുറത്ത് നടന്ന ചർച്ച അലസി പോയിരുന്നല്ലോ. അല്ലല്ല, അതൊരു കണ്ടിന്യൂയിങ് കാര്യമാണ്. തുടർച്ചയായി നടക്കുന്ന ഒരു സംഗതിയാണ്. ഓരോരോ വിഷയം നടക്കുമ്പോൾ സമസ്തയും ലീഗും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതൊരു തുടർച്ചയായ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഒന്നല്ല, അതൊക്കെ സൗഹൃദ അന്തരീക്ഷത്തിൽ നടക്കുന്ന ചർച്ചകളാണ്. അത് തുടരില്ല എന്നാരാ പറഞ്ഞേ? അതൊക്കെ ഇനിയും ഉണ്ടാവും. ലീഗ് തന്നെ നേതൃത്വം കൊടുക്കും. അല്ല, ഞാൻ നേതൃത്വം കൊടുത്ത് മറ്റന്നാൾക്ക് ഒരു ചർച്ച നിശ്ചയിച്ചിട്ടൊന്നുമില്ല. ഇനി ചർച്ച ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറഞ്ഞത് അത്രേ ഉള്ളൂ. നിശ്ചയിച്ച ചർച്ചകളൊന്നുമില്ല. ഓക്കെ.